നമസ്കാരം, അമൃതാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ എത്ര നാളായിടാ മക്കളെ? ഒരുപാട് നാളുകളായിട്ട് നമ്മളെ യാത്രയെല്ലാം കൊറോണ നക്കിയതുകൊണ്ട് എങ്കിലും നമ്മൾ ചെറിയ യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലൊന്നുമില്ല, എല്ലാ പ്രൊട്ടക്ഷനും ഒക്കെ എടുത്ത് സാനിറ്റൈസറൊക്കെ ഇതിൽ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മാസ്ക് വെയർ ചെയ്യുന്നതായിരുന്നാലും എല്ലാ പ്രൊട്ടക്ഷനും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ എറണാകുളം വരെ എത്തി. ഇനി എറണാകുളത്ത് നമുക്ക് പബ്ലിക് കൂടുതൽ ഗ്യാദർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ വരുമ്പോഴൊക്കെ സന്ദർശിക്കാറുള്ള ഒരു സ്ഥലം നിങ്ങളെ കൂടെ കാണിക്കാം. മാസ്ക് വെച്ചിട്ട് ശ്വാസം മുട്ടുന്ന നിങ്ങൾ ക്ലോത്ത് മാസ്ക് അല്ലേ വെച്ചിരിക്കുന്നത്? ശ്വാസം മുട്ടു. എന്ത് ഫീലിങ്സ് വരുന്നത്? ഇനി നമ്മൾ കൂടുതൽ സംസാരിച്ച് ഇതിന്റെ മെമ്മറി കാർഡ് തീർക്കുന്നില്ല. ഇനി നമുക്ക് ആ സ്ഥലം കാണാം. ഇതൊരു ഔട്ട്സ്കേർട്സിലൂടെ ഉള്ള ഒരു ഡ്രൈവാണ്. ഓഫ് റോഡാണ്, കല്ലൊക്കെ മാത്രം കിടപ്പുണ്ട്, ടാർ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ വണ്ടി ഗോസ്റ്റ് ആക്സിലറേഷനിലാണ് പോകുന്നത്. ഞാൻ ആക്സിലറേഷൻ ഒന്നും ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ടൊരു ആക്സിലറേഷനിലാണ് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഹൈറ്റൊക്കെ ചാടിയാണ് നമ്മൾ വന്നത്. ഒന്നും കുഴപ്പമില്ലാതെ ചാടി. ഇങ്ങനെ വളരെ ലോ സ്പീഡിൽ നമ്മളിങ്ങനെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ആക്സിലറേഷൻ്റെ ആവശ്യമില്ല. വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി എൻജിന് ആവശ്യമുള്ള ആ ഒരു RPM മെയിൻറ്റെയിൻ ചെയ്യത്തക്ക ഒരു ആക്സിലറേഷൻ വണ്ടി ഓട്ടോമാറ്റിക്കലി ഗെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഗോസ്റ്റ് ആക്സിലറേഷൻ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് അതിൻ്റെ വിഷ്വൽ ബൈറ്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അണലി പോണുണ്ടോ? അണലിയാണോ? അത് നോക്കൂ, കണ്ട പാമ്പ് പാമ്പ്. ഇവിടെ കുറച്ച് കാട് പടലമായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഒരു അണലി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് കാവിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ആദിത്യന്. ഇതാണ് കാട്ടുമടം കാവ്. ചേർത്തലയ്ക്ക് അടുത്തായിട്ട്, ചേർത്തലയ്ക്കും എറണാകുളത്തിനും അടുത്തായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും വലിയ കാട് എന്തിനാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തിനായിരിക്കും ഇങ്ങനെ കാട് പോലെ ചെടികളും ഇലകളും ഒക്കെ വീണ് ഇങ്ങനെ കാട് പോലെ കിടക്കുന്നു? ഇവിടെ ഒരുപാട് എന്തൊക്കെ കാണും? അനിമൽസ്. എന്ത് ടൈപ്പ് അനിമൽസ് കാണും? പാമ്പ്. പിന്നെന്തൊക്കെ കാണും? കാട്ടുപന്നിയൊന്നുമില്ല, അതിന് കാടല്ലല്ലോ ഇത്. ബേർഡ്സ് ഉണ്ട്. പിന്നെന്തൊക്കെ ഉണ്ടാവും? പിന്നെന്തൊക്കെ ബേർഡ്സ് ഉണ്ടാവും? ഈഗിളുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെന്തൊക്കെയുണ്ട്? ഇൻസെക്ട്സ് ഇല്ലേ? ഒരുപാട് ഇൻസെക്ട്സ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മളെന്തായാലും ഇതിനപ്പുറത്തോട്ട് കുറച്ച് വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ടല്ലേ മനുഷ്യർ. അപ്പോൾ നമുക്ക് വീടൊക്കെ വെച്ച് താമസിക്കാൻ ഉള്ള സ്ഥലമാക്കി നമ്മൾ അവിടെ മാറ്റി, നമ്മൾ കൃഷി സ്ഥലമാക്കി മാറ്റി, നമുക്ക് താമസിക്കാനുള്ള സ്ഥലമാക്കി മാറ്റി. അപ്പോൾ എന്നാലും നമുക്ക് ഈ പലതരത്തിലുള്ള ബേർഡ്സ്, പലതരത്തിലുള്ള ആനിമൽസ്, അവർക്കുമൊക്കെ ജീവിക്കാൻ സ്ഥലം വേണ്ടേ അല്ലേ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എന്തായാലും നമ്മൾ പാമ്പോ എന്തെങ്കിലും കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കൊന്നുകളയും, അല്ലെ അടിച്ചങ്ങ് കൊന്നുകളയും അല്ലേ?
അപ്പോൾ അവർക്ക് ജീവിക്കാനൊരു സ്ഥലം, അവർക്ക് ജീവിക്കാനും അവർക്ക് യഥേഷ്ടം ആസ്വദിച്ച് ജീവിക്കാനുള്ളൊരു സ്ഥലം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് കരുതി വെച്ചതാണ് ഇങ്ങനെയുള്ള കാവുകൾ. മനസ്സിലായോ? എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് ജീവിക്കാനുള്ള എ ഹോം ഫോർ ദ ആനിമൽസിന് വേണ്ടി. അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള എന്താണ് ഇൻസെക്ട്സിൻ്റെ അറ്റാക്കൊക്കെ വരുമ്പോൾ അതിനെ കൊന്നു തിന്നാനും അങ്ങനെ പ്രകൃതിയായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഇൻസെക്ട്സും റെപ്റ്റൈൽസും ഒക്കെ ജീവിക്കേണ്ടതുണ്ട്. അവരെ നമ്മൾ അടിച്ച് കൊന്ന് കളഞ്ഞാൽ പറ്റില്ല. നമുക്ക് വീട്ടിൽ കയറി വന്നാൽ നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അടിച്ചു കൊന്നെന്ന് പറയാം. പക്ഷേ എന്ന് വെച്ചിട്ട് അവർക്കും ജീവിക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മളെ പൂർവികരുണ്ടാക്കി കൊടുത്തതാണ് ഇതുപോലുള്ള കാവുകൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നോക്കി, അവിടെ ഒരു കുളം കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാട്ടർ ബോഡീസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള കാവ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് കാവും കുളവും തീണ്ടരുതെന്ന്. എന്ന് വെച്ചാൽ എന്താണ് കാവ് തീണ്ടരുതെന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ എന്താണ്, കാവ് കളയരുതെന്നല്ല, കാവിനെ കയറി നമ്മൾ ആക്രമിക്കരുത്. അതായത് കാവെന്ന് പറയുന്നത് നമ്മൾ വളരെ പ്ലാൻഡായിട്ട് കുറച്ച് അനിമൽസിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി അവരെ ഇൻട്രപ്റ്റ് ചെയ്യരുതെന്ന് പണ്ടുള്ളവർ പറയാം. അതാണ് കാവ് തീണ്ടരുതെന്ന് പറയാം. തീണ്ടരുതെന്ന് പറഞ്ഞാൽ എന്താണ്, തമിഴ് വാക്കാം. ടച്ച് ചെയ്യരുതെന്നാണ് അതിൻ്റെ അർത്ഥം. കാവിനകത്ത് ആരും കയറി ടച്ച് ചെയ്യരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കാവ് തീണ്ടരുത്. അപ്പോൾ കാവ് തീണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു എക്കോസിസ്റ്റത്തിന് ആ ഒരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് പലതരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ. ഇനി നമുക്ക് നടന്ന് കാണാം കാവ്. അപ്പോൾ എല്ലാ കാവുകളോടും ചേർന്ന് ഒരു ക്ഷേത്രവും കാണും അല്ലേ, ഒരു ആരാധനയും കാണും. അതെന്തിനായിരിക്കും? പ്രാർത്ഥിക്കാനും. പിന്നെ അത് ആൻസിസ്ട്രലായിട്ട് നമ്മൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വരും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ അടുത്ത ഒരു ജനറേഷനും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ആരാധന വയ്ക്കുന്നത്. അപ്പോൾ ആരാധന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും അതിനകത്ത് ഇൻട്രപ്റ്റ് ചെയ്യാനോ അതിനൊന്നും ചെല്ലത്തില്ല അല്ലേ. എന്താണ് അത് കൊച്ചൻ്റെ ഒരു സംശയമാണ്, അഗസ്ത്യൻ്റെ ഒരു സംശയമാണ്, ഇത് ആരാണ് നട്ടുവെച്ചതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അഗസ്ത്യൻ, എത്ര വർഷം പഴക്കം ഉണ്ടാവുമെന്ന് തോന്നുന്നു? നമ്മളൊരു ചെടി നട്ടുവെച്ചാൽ എത്ര നാൾ കഴിയുമല്ലേ അത് വലുതാവും വളരെ വലിയൊരു വൃക്ഷമാവും, ഒരുപാട് നാളുകൾ എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൃക്ഷങ്ങൾക്കൊക്കെ എത്ര പ്രായം വരും, എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ വൃക്ഷങ്ങളൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ പിന്നിലുള്ള, അതായത് മക്കളെ അപ്പൂപ്പൻ, അവരുടെ അപ്പൂപ്പൻ, അവരുടെ അപ്പൂപ്പൻ, അങ്ങനെ ഒരുപാട് തലമുറകൾ പിന്നിലുള്ള നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നട്ടുവെച്ചതായിരിക്കും അല്ലേ. ഒന്നുകിൽ അവർ നട്ടുവെച്ചതായിരിക്കും, അവരല്ലെങ്കിൽ സംരക്ഷിച്ചതായിരിക്കും. കാരണം നമ്മൾ കുറേ സ്ഥലമൊക്കെ അക്വയർ ചെയ്ത് നമ്മൾ വീടൊക്കെ വെച്ച് താമസം തുടങ്ങിയപ്പോൾ അവരിതിനെ സംരക്ഷിച്ച് നിർത്തിയതായിരിക്കും. കാരണം കുറച്ച് ഭാഗം അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും ആനിമൽസിനൊക്കെ ആയിട്ട് അല്ലേ. ചിലപ്പോൾ വെച്ച് പിടിപ്പിച്ചതാകാം, പക്ഷേ ഇത് കണ്ടിട്ട് വെച്ച് പിടിപ്പിച്ചതായിട്ട് തോന്നുന്നില്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്നതിനെ കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. യെസ്. ഇതിനകത്തൊരു കാര്യമുണ്ട്, നല്ല ശുദ്ധമായ വായുവാണ്. നിങ്ങൾക്ക് മാസ്ക് വേണമെങ്കിൽ ഒന്ന് താഴ്ത്തി വെച്ചോ, കാരണം നല്ല ബ്രെത്തുണ്ട്, നല്ല ശുദ്ധവായു അല്ലേ. ഇത്രയും നല്ല ശുദ്ധവായു നമ്മൾ ഈ അടുത്ത് വല്ല ശ്വസിച്ചായിരുന്നു. കണ്ട, ഇതിനകത്തൊരു കുളം കാണുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ ബോഡീസിലൊക്കെ ഒരുപാട് പലതരത്തിലുള്ള ഇൻസെക്ട്സ്, പലതരത്തിലുള്ള അനിമൽസ് ഒക്കെ കാണും. അവരിവിടെ വന്നൊക്കെ ആയിരിക്കും വെള്ളമൊക്കെ കുടിക്കുന്നത്. നമ്മൾ അതിനെ ഉപദ്രവിക്കാതിരുന്ന അവരൊന്നും ചെയ്യത്തില്ല. ഇവിടെ പാമ്പിനെ വല്ലതും കണ്ട? ഇവിടെ ഒരു നാഗന്റെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ നല്ല തണുപ്പല്ലേ. ഇത് നാഗയക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിഷ്ഠ. ഇതാണ് കാവും കുളവും തീണ്ടരുതെന്ന് പറഞ്ഞില്ലേ. കുളത്തിനെ സംരക്ഷിക്കണം. നല്ല ആഴമൊക്കെ ഉള്ള കുളമാണ്, നമുക്ക് ഇറങ്ങിയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഒരുപാട് ആമകളുണ്ടല്ലേ.
അത് കൊള്ളാം. ടർട്ടിൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? ഇതാ വരുന്ന ടർട്ടിൽ വരുന്നു. വളരെ ഹാർമണിയായിട്ട് അവരും ഇവിടെ ജീവിക്കുന്നല്ലേ. ഇത് വലിയ വലിയ ടർട്ടിൽ, വലിയ വലിയ ടർട്ടിൽസ്. ഒരുപാട് ടർട്ടിൽസ് ഉണ്ട് ഇവിടെ. ഇതൊരു പഴയ മരമായിരിക്കണം. ഇതെന്താണ്? ഇതാണ് ഏറ്റവും വലിയ പഴം. ഇത് മാവാടാ. ഇത് മാവാണ്.